ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ ഞാൻ വാണിയംകുളത്താണ്. വാണിയംകുളത്ത് ഷോപ്പിൽ തയ്ച്ചും കൊണ്ടിരിക്കുകയാണ്. ഒരു ചുരിദാർ തയ്ക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കൊടുക്കാനുള്ള ഒരു ചുരിദാറാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം തയ്ക്കണത്. അപ്പോൾ 8:30-ക്ക് എത്തി ഷോപ്പിലേക്ക്. പിന്നെ ഒരു ബ്ലൗസും തയ്ക്കാണ്ട് ഉച്ചയാകുമ്പോഴേക്കും. അങ്ങനെ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞു. അതാണ് ഞാൻ പറയാറില്ലേ, ഒറ്റയ്ക്കുള്ള വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോണത്. ഇനി അമ്മ വന്നിട്ട് അമ്മയുടെ ഒപ്പമുള്ള വീഡിയോ ഞാൻ കാണിക്കാം. പിന്നെ വീട്ടിൽ പോയിട്ടുള്ള എന്തെങ്കിലും പാചകമൊക്കെ ഉണ്ടാക്കണതും കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് തയ്ക്കണ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കണത്. എന്നിട്ട് പിന്നെ വീട്ടിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അങ്ങനെ ചുരിദാരൊക്കെ വെട്ടൽ കഴിഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കമൻറ്റ് ചെയ്തവരുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല. പിന്നെ ചിലരൊക്കെ അഭിപ്രായം പറയാറുണ്ട്, എന്നോട് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നന്നാക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പേടി പോലെയാണ് യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒരു തപ്പലാണ്. പക്ഷെ ഇപ്പോഴത് മാറിയിട്ടില്ല എന്നാണ് സത്യം. ഒരു 6 മാസമായി ഞാനിപ്പോൾ ഈ ഇത് തുടങ്ങിയിട്ട്, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. അതിലൊരു 200 വീഡിയോസുകൾ ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടോയെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസുകളെല്ലാം കാണാൻ പറ്റും. അതേപോലെ ഡാൻസുകളുടെ വീഡിയോ അങ്ങനത്തെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയണത്. നന്മ വ്ളോഗ് എന്ന് അടിച്ചാലാണ് ശരിക്കും വരിക അതിലേക്ക്. അപ്പോൾ എന്തായാലും പതുക്കെ ഞാൻ കയറി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കത് അങ്ങനെ ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എടുക്കണം എന്നൊക്കെ. പക്ഷെ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഒക്കെ മോളാണ് ചെയ്യണത്. ഇപ്പോഴാണ് ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ളൂ ഞാനിപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും ഈ 4-5 മാസമൊക്കെ മോളാണ് എഡിറ്റ് ചെയ്ത് തന്നിരുന്നത്. ഇപ്പം ഞാൻ വീട്ടിലത്തെ വീഡിയോ കേട്ടോ കാണിക്കണത്. വീട്ടിലേക്ക് ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. റവ, തൈര്, സബോള, പച്ചമുളക് ഇത് കൂടിയിട്ട് ഞാൻ വെറുതെ ഒരു ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. പക്ഷേ അതിലേക്ക് കുറച്ച് മൈദമാവ് അല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഒരു സോഫ്റ്റ് പോലെ ഉണ്ടാവും. ഇത് ഒറ്റയ്ക്കാകുമ്പോൾ ഒരു മുറുമുറുപ്പുണ്ടാവും. അതുകൊണ്ട് കടലമാവോ മൈദ ചേർക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല അത് രണ്ടും. അപ്പോൾ ഞാൻ റവ മാത്രം ഇട്ടിട്ട് തൽക്കാലം ഞങ്ങൾ 3 പേരുള്ളൂ ഇപ്പോൾ വീട്ടിൽ. 3 മോൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ വന്ന് ചായ ഒന്നും കുടിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും കൂടി ഉണ്ടാക്കണത്. ചായക്ക് കടി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അവൻ കഴിക്കും. അങ്ങനെ ഞങ്ങളുടെ ചായക്കുള്ള കടി റെഡിയായി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയാനുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷമൊന്നും പറയാനില്ല. ഒരു 5-6 മിനിറ്റിൻ്റെ പറയാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത്. അപ്പം ദിവസം വീഡിയോ ഇടാറുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണണം. വീഡിയോ ഫുള്ളായി കണ്ടാലാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറേ സബ്സ്ക്രൈബ് അങ്ങനെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർ കാണും വേണം. നമ്മുടെ ചാനലൊക്കെ കുറേ കഴിഞ്ഞ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർക്ക് ചായ കൊടുത്തു. ഞാൻ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. കടയിൽ നിന്ന് ഒരു 3:30-ക്ക് ചായ കിട്ടും. അത് പിന്നെ ശീലമായില്ല, കുടിച്ച് അങ്ങനെ ശീലമായി. പിന്നെ വൈകുന്നേരത്ത് പിന്നെ പാല് കൊണ്ടുവരുമ്പോൾ വിജയേട്ടൻ പാല് അവിടെ നിന്ന് കൊണ്ടുവരും കടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ചായ വെച്ച് ശീലമായി. പണിസ്ഥലത്ത് നിന്ന് 2 ഓമക്കായ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓമക്കായ ഒരു പപ്പക്കായ, കർമൂസ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ അത് നന്നാക്കുകയാണ്. കാരണം ചോറ് തിളപ്പിച്ചൂറ്റണം, പിന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കണം, കുറച്ച് പണികളുണ്ട്. അപ്പോഴേക്കും അവർക്ക് സമയം ഇപ്പോൾ 8:15 അപ്പോൾ വിശക്കാൻ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നേരം വൈകും. ഇത്ര നേരം ആയില്ലേ ചോദിച്ചിട്ട് ചിലപ്പോൾ ചീത്ത പറഞ്ഞാൽ പേടിച്ചിട്ട് വേഗം പപ്പക്കായ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ നന്നാക്കിയിട്ട് വേഗം കൊടുക്കാൻ കേട്ടോ.
വിശപ്പ് മാറില്ല എന്തായാലും. ഒരാൾ പണി കഴിഞ്ഞ് വന്നിറക്കുക. പിന്നെ അച്ഛനും ചായ ഞാൻ കൊടുത്തു. എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ എന്തായാലും വിശപ്പുണ്ടാവല്ലോ. നല്ല മധുരമുള്ള ഓമക്കായായിരുന്നു. അതിൻ്റെ കുരുവൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യാത്ത കാരണം ഇപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും അത് വിതറിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിഷു അതേപോലെ പൂരങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓണം വരണം. ഒരു അടിപൊളിയായിട്ട് ഓണമൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഇടാനൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലത്തെ തുമ്പി-തുള്ളൽ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. അത് തുമ്പി-തുള്ളലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണക്കളി, ഓണപ്പാട്ട് 200 വീഡിയോസായിട്ടായി നോക്കിയിട്ടില്ല. ഒന്നുകൂടി നോക്കണം. അപ്പോൾ അതിലൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഞാൻ മുന്നത്തെ ഒരു പഴയൊരു ചാനലുണ്ടായിരുന്നു. അത് 1 മാസമാണ് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അതിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് റേഡിയോയുടെ ഒരു പാട്ട് വെച്ചാൽ അപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഒരു പാട്ട് എവിടെയും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് പോലെ അപ്പം ചീത്ത പറയും യൂട്യൂബേർ. അപ്പോൾ കോപ്പിറൈറ്റ് വരാതെ എങ്ങനെ നോക്കുകയാണ്. ഒരു പാട്ട് വയ്ക്കാനോ ഡാൻസിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഇടാം നമുക്ക്. പക്ഷെ നമുക്കത് കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രം. ആൾക്കാർ കണ്ടാൽ നമുക്കൊരു കാര്യം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആരോടും ചോദിച്ചറിയാം, എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതിൽ മറുപടിയൊക്കെ ചിലപ്പോൾ വരും. ഓരോരുത്തരൊക്കെ ഞാൻ പറഞ്ഞതിൽ മറുപടിയൊക്കെ തരാറുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ അവിടെ മുന്നിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കടന്നിട്ട്. അപ്പോൾ ഇപ്പം നിശബ്ദമാണ്. ഒരു റൂമിൽ അച്ഛനും കിടക്കുന്നുണ്ട്, ഒരു റൂമിൽ വിജയേട്ടനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിശബ്ദതയാണ് ഇവിടെ. പിന്നെ ഞാൻ അവർ കാണാതെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ്, വീഡിയോസ് എടുക്കുകയാണ്. ഷോപ്പിൽ പോയി വന്ന വഴി തന്നെ ഫോണും പിടിച്ചിട്ടിരുന്നാലേ ഏത് ഭർത്താക്കന്മാരായാലും ചിലപ്പോൾ ചീത്ത കേൾക്കില്ലേ. വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് കൊണ്ടുകൊടുത്തു കേട്ടോ. ഓമക്കായൊക്കെ അച്ഛനും വിജയേട്ടനൊക്കെ കൊടുത്തു. നല്ല മധുരമുള്ള ഓമക്കായ അടിപൊളിയായിട്ട് കഴിച്ചു. ഇനി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 9:30 ആകുമ്പോൾ ചോറുണ്ടാൽ മതിയല്ലോ. അതുകൊണ്ടാണ് അവരുടെ വയറ് നിറപ്പിച്ചിട്ട് ഞാനും കഴിച്ചത്. അതുവരെ ഇനി പണിയെടുക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും വിജയേട്ടൻ വന്നു. വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.